നമ്മൾ നോക്കാനായിട്ട് പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മിക്ക കുട്ടികൾക്കും എക്സാമിന് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും എത്രമാത്രം അറിയാം, ആ കോൺസെപ്റ്റ് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റുന്നതാണ് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ചിങ് ഗോൾ അക്കോർഡിംഗ് ടു ദ എൻവയോൺമെന്റ് ഷോസ് വിച്ച് ഫീച്ചർ ഓഫ് മാനേജ്മെന്റ്. നോക്കാം, മാനേജ്മെന്റിന്റെ ഏത് ഫീച്ചർ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ ഏതെങ്കിലും 4 പഠിച്ചിട്ട് പോയാൽ ഇങ്ങനത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ഏതാണ് മാനേജ്മെന്റ്? ഇസ് ഡൈനാമിക് അല്ലെ, മാനേജ്മെന്റ് ഡൈനാമിക് ആണ് നമ്മൾ പറയുന്നത്. മാനേജ്മെന്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. ദിസ് ഇൻഡിക്കേറ്റ് മാനേജ്മെന്റ് അകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്. അതുകൊണ്ടാണ് അല്ലെ ഇതൊക്കെ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നതാണ്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ, അതിൻ്റെ അകത്ത് പ്ലാനിങ്ങും ഡയറക്ടിങ്ങും കൺട്രോളിങ്ങും എല്ലാം വരുന്നുണ്ട്. കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ടു അച്ചീവ് എ ഗോൾ. അതിനെന്താ പറയുന്നത്? മാനേജ്മെന്റ് അല്ലെ, പല ആക്ടിവിറ്റീസിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു, നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഫൈൻ. Next one, principles of management. Who proposed the scientific management principle? ആരാണ്? ടൈലർ ആണ്, FW ടൈലർ ആണ്. Then unity of 2008 എന്ന് വെച്ചാൽ 2018 ചോദിച്ച ചോദ്യമാണ് കേട്ടോ, അല്ലെങ്കിൽ 2018 പ്രൊപ്പോസ് ചെയ്തതല്ല. ഓക്കെ, ഫൈൻ. യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. എടാ, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സുപ്പീരിയറിന്റെ അടുത്തു നിന്ന് മാത്രമേ കമന്റ്സ് റിസീവ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഫൈൻ. ഗാങ് പ്ലാൻസ് റിലേറ്റഡ് ടു ആരുടെ പ്രിൻസിപ്പിൾ ആണ്? ഫയോളിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഏത് പ്രിൻസിപ്പിൾ ആണ് എന്നും ചോദിക്കാം. ഏതാണ്? സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ചെയ്യുന്നത്? ഗാങ് പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് നെയിം 2 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഏതെങ്കിലും 2 ഡയമെൻഷൻ എഴുതാം. ഇക്കണോമിക്കല്, സോഷ്യല്, പൊളിറ്റിക്കല്, ലീഗൽ. ഓക്കെ, ഏതെങ്കിലും 2 തന്നിരിക്കുന്നത്. വാട്ട് ഡസ് ലിബറലൈസേഷൻ മീൻസ്? എന്താണ് ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം മാറ്റി ഫ്രീഡം കൊടുക്കുക. ലൈസൻസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ റിസ്ട്രിക്ഷൻസ് മാറ്റി ഫ്രീഡം കൊടുത്തു. ദാറ്റ് ഈസ് കോൾഡ് ലിബറലൈസേഷൻ. എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഒരു പറയാനാണ് പറഞ്ഞത്. ഇതിന്റെ ഗവൺമെന്റ് പോളിസീസ് എക്സ്റ്റേണലി ബിസിനസ് അഫക്ട് ചെയ്യുന്ന, ഇന്റേണലി അല്ല അല്ലെ, അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ പ്ലാനിങ് ഫോക്കസ് ഓൺ വിച്ച് ആസ്പെക്ട്. ഏത് ആസ്പെക്റ്റിനാണ് പ്ലാനിങ് ഫോക്കസ് ചെയ്തതെന്നാണ്? ഏതിനാണ്? ഫ്യൂച്ചർ ആസ്പെക്ട്സ്. ഓക്കെ, 2022 ചോദിച്ചതാണ് പ്ലാനിങ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ ആസ്പെക്ട്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാനിങ്ങിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ സ്ട്രാറ്റജി ഈസ് എ ടൈപ്പ് ഓഫ് വിച്ച് പ്ലാൻ. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? ഏത് ടൈപ്പിലാണ് വരുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് പ്ലാൻ. പ്ലാനിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. നെക്സ്റ്റ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതാണ്. പ്രോസസ് ഓഫ് അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് അതോറിറ്റീസ്. ഡ്യൂട്ടീസും അതുപോലെ അതോറിറ്റീസും നമ്മൾ അസൈൻ ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് ഓർഗനൈസിങ്. ഡെലിഗേഷൻ മീൻസ് എന്താണ്? ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈനിങ് അതോറിറ്റി ടു സബോർഡിനേറ്റേഴ്സ്. സബോർഡിനേറ്റേഴ്സ് നമ്മൾ അധികാരങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, അസൈനിങ് ദ അതോറിറ്റി, അതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് മാനേജ്മെന്റ് മീൻസ് എന്താണ്? സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല വർഷങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ത് ചെയ്തിട്ടുണ്ട്? നമ്പർ ഓഫ് സബോർഡിനേറ്റേഴ്സ് സൂപ്പർവൈസർ അല്ലെ, ഒരു സൂപ്പർവൈസറിന്റെ കീഴിൽ എത്ര സബോർഡിനേറ്റേഴ്സ് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് സബോർഡിനേറ്റേഴ്സ് സൂപ്പർവൈസ്ഡ്. ഓക്കെ, എത്ര പേരെ മാനേജ് ചെയ്യാൻ പറ്റും? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോസിറ്റീവ് പ്രോസസ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സെലക്ഷൻ. എന്താണ് സെലക്ഷൻ എന്ന് വെച്ചാൽ ചൂസിങ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻസ് മാത്രം ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ സെലക്ഷനകത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, സോ സെലക്ഷനകത്ത് ചൂസിങ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ്. ട്രെയിനിങ് ഇംപ്രൂവ്സ്. എന്താണ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇംപ്രൂവ് ദ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓൾറെഡി അവർക്ക് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്, അപ്പോൾ ഇനി ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ട അവരുടെ സ്കില്ല് മാത്രമാണ്. നെക്സ്റ്റ് ഓൺ ഡയറക്ടിങ്. പ്രോസസ് ഓഫ് ഗൈഡിങ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്ത്? ഡയറക്ടിങ് എന്നാണ് നമ്മൾ പറയുന്നത്.
മോട്ടിവേഷൻ മീൻസ് എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ട്, അല്ലെ ആളുകളെ അല്ലെങ്കിൽ ആ വ്യക്തികളെ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ് ആവശ്യം? ഫീഡ്ബാക്ക്. ഇഫക്റ്റീവ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യം ഫീഡ്ബാക്ക് പ്രോപ്പർ ആയിരിക്കണം. നെക്സ്റ്റ് വൺ കൺട്രോളിങ്. ഓക്കെ, കൺട്രോളിങ് എൻഷുവേഴ്സ്, എന്താണ് കൺട്രോളിങ് എൻഷുർ ചെയ്യുന്നത്? അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾ. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? കൺട്രോളിങ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൺട്രോളിങ്. അപ്പൊ പ്ലാനിങ്ങിന്റെയോ കൺട്രോളിങ്ങിന്റെയോ ഏതിന്റെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെക്കണം. സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കമ്പാരിസൺ നടത്തുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പെർഫോമൻസ് ഇവാലുവേഷൻ എന്താണെന്നൊരു കാര്യം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? എന്താണ്? ഫിനാൻഷ്യൽ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത്ര നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് എന്താണ്? ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റും ഇക്വിറ്റിയും കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സസ്. ഓക്കെ, ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അതിനകത്ത് മാർക്കറ്റിംഗ് മിക്സ് കൺസിസ്റ്റൻസ് ഓഫ് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ബ്രാൻഡിങ് മീൻസ് എന്താണ്? ഗീവ് എ നെയിം ഓർ സിമ്പിൾ ടു പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് നെയിമോ സിമ്പിളോ നമ്മൾ കൊടുക്കുന്നതിനാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് ഈസ് എ പാർട്ട് ഓഫ്. അഡ്വർടൈസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, സോ അഡ്വർടൈസിംഗ് ഈസ് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? കൺസ്യൂമർ പ്രൊട്ടക്ഷനകത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ദ ഇയർ 1986, അപ്ഡേറ്റഡ് ഇൻ 2019. ഇത് ക്വസ്റ്റ്യൻ നമ്പർ അല്ല ക്വസ്റ്റ്യൻ ചോദിച്ച ഇയർ അല്ല, പകരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് അപ്ഡേറ്റ് ചെയ്ത ഇയർ ആണ്. ഓക്കെ, അതായത് 1986 ശേഷം പ്രൊട്ടക്ഷൻ ആയിട്ട് 2019 അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ഹാവ്സ് റൈറ്റ് ടു, എന്തിനൊക്കെ റൈറ്റ് ഉണ്ട്? സേഫ്റ്റി. മെയിൻ ആയിട്ട് കൺസ്യൂമർ റൈറ്റ് എന്തിനാ? കൺസ്യൂമറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. കൺസ്യൂമർ കോർട്ട് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവൽ എന്നാണ് അറിയപ്പെടുന്നത്? ഡിസ്ട്രിക്ട് കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കൺസ്യൂമർ കോടതികളെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മൾ ഡിസ്ട്രിക്ട് കമ്മീഷൻ പോകും, പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ പോകും, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്? അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കംപ്ലീറ്റ് വൺ വേർഡ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡ് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു തവണ നോക്കിയിട്ടുണ്ട്, നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ അപ്പെക്സ് ബോഡി ഏതെന്ന് അറിയാവുന്ന ആളുകൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകണം. ഓക്കെ, താങ്ക് യു.